ഷാർജ റോഡയിലെ ഫ്ളാറ്റിൽ ഈ മാസം 19 ശനിയാഴ്ച പുലർച്ചെയാണ് അതുല്യയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. തലേദിവസം രാത്രിയിൽ ഭാര്യയും താനും തമ്മിൽ വഴക്കിട്ടെന്നും അതിനുശേഷം അർദ്ധരാത്രിയോടുകൂടി ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നും പുലർച്ചെ എത്തുമ്പോൾ മൃതദേഹം കണ്ടെത്തിയെന്നുമാണ് ഭർത്താവ് സതീഷിന്റെ മൊഴി. മരണം നടന്നിട്ട് 10 ദിവസമാകുകയാണ്. ഇന്ന് ഫോറൻസിക് ഫലവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമൊക്കെ പുറത്തുവരുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതീക്ഷ. ഇത് ലഭിച്ചു കഴിഞ്ഞാൽ 2 നടപടികൾ ഇതിന്റെ ഭാഗമായി ഉണ്ടാകും. അതുല്യയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. അതോടൊപ്പം തന്നെയാണ് ഭർത്താവ് സതീഷിന് അതുല്യയുടെ മരണത്തിൽ പങ്കുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് അതുല്യയുടെ സഹോദരി അഖില ഷാർജ പോലീസിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിക്കൊപ്പം തന്നെ ഭർത്താവ് സതീഷ് അതുല്യയെ പീഡിപ്പിക്കുന്ന, ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതുല്യയുടെ ശരീരത്തിലെ പാടുകളൊക്കെയുള്ള ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. വോയിസ് സന്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് ഫോറൻസിക് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് തുടർ നടപടി സ്വീകരിക്കും. പരാതി സ്വീകരിക്കുന്നതും അതോടൊപ്പം തന്നെ കൊലപാതകമാണെങ്കിൽ അതിനനുസരിച്ചുള്ള നടപടി, ആത്മഹത്യയാണെങ്കിൽ അതിനനുസരിച്ചുള്ള നടപടി അത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാക്കും. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് വളരെ വിശദമായി തന്നെ ഇതൊക്കെ പരിശോധിച്ചിരുന്നു. അതുല്യയുടെ ശരീരത്തിലെ മുറിപ്പാടുകളൊക്കെ പരിശോധിച്ചിരുന്നു. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇത്രയധികം ദിവസം ഈ ഫോറൻസിക് റിപ്പോർട്ട് ലഭിക്കാൻ വേണ്ടി വന്നത്. മറ്റൊരു കാര്യം, ഇനി ആത്മഹത്യയാണെങ്കിലും കൊലപാതകമാണെങ്കിലും അതുല്യയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ കൂടി തീരുമാനമുണ്ടാകും. അതിൽ ഭർത്താവിന്റെ വിസയിലാണ് അതുല്യ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഭർത്താവായിട്ടുള്ള സതീഷിൽ നിന്നുമാണ് ഇക്കാര്യത്തിൽ ഒരു അനുമതി വേണ്ടത്. അധികാരവും സതീഷിന് തന്നെയാണുള്ളത്. ഇനി സതീഷിന്റെ ഭാഗത്തുനിന്നും അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമില്ല എങ്കിൽ ഇന്ത്യൻ കോൺസുലേറ്റ് കൂടി ഇടപെട്ടുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകണം. അതാണ് അതുല്യയുടെ കുടുംബം ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസിനോട് സംസാരിക്കുമ്പോൾ അതുല്യയുടെ പിതാവൊക്കെ അറിയിച്ചത് ബുധനാഴ്ചയോടുകൂടി മൃതദേഹം നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നാണ്. പക്ഷെ അക്കാര്യത്തിലൊക്കെ എന്താണ് നടക്കുക എന്നറിയണമെങ്കിൽ ഇന്ന് ഈ ഫോറൻസിക് റിപ്പോർട്ട് ലഭിക്കണം. അതിനുശേഷമായിരിക്കും എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തതയുണ്ടാകുക. ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.